ഇന്ന് ഞാൻ സ്പൈസി ചൂരമീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് 1 കിലോ ചൂര 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളച്ചൂര മീനാണ്, വൈറ്റ് ടൂണ ഫിഷ്. ഇത് മാർക്കറ്റിൽ വലിയ മീനായിട്ടാണ് കിട്ടുന്നത്. അത് നമ്മൾ പീസായി കട്ട് ചെയ്ത് വാങ്ങിച്ച് ചെറിയ പീസാക്കി എടുത്തതാണ്. ഇത് എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ തുണ്ട് ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി, ഏകദേശം 10-15 വെളുത്തുള്ളി. ഇവിടെ കിട്ടുന്ന വലിയ വെളുത്തുള്ളിയാണ്. 1 കപ്പ് കുഞ്ഞുള്ളി ചതച്ചത്, കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ലാസ്റ്റ് ഇടാൻ, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ചൂടുവെള്ളം, 4 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ 1 കിലോ വെള്ളച്ചൂരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മസാലപ്പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഉലുവയാണ് നമുക്ക് വേണ്ടത്. അതിന് ആദ്യം 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം, പിന്നെ ലാസ്റ്റ് 1/4 ടീസ്പൂൺ പൊടിച്ച ഉലുവ ചേർക്കാം, അല്ലെങ്കിൽ കറിക്ക് ഭയങ്കര കയ്പായിരിക്കും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കാം. അതിനായി ആദ്യം 1/2 ടീസ്പൂൺ ചെറിയൊരു പാനിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, സ്റ്റവ് കത്തിച്ച് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ചെറിയ സിമ്മിലിട്ട് ചൂടാക്കാം. ചെറിയ സിമ്മിൽ ആക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. സ്റ്റവ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കും. ചട്ടി ഒന്ന് ചൂടാകട്ടെ. നമ്മൾ വറുത്ത് കോരിയ മസാല ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ബാക്കി ആ പാനിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ആ വെള്ളം കഴുകിയെടുത്ത് വയ്ക്കാം. ഇതിലോട്ട് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഒന്ന് മൂക്കട്ടെ.
ഒന്ന് മൂക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ചാച്ചി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം. ഈ സമയം ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യും. നമുക്ക് ചൂര മീൻ ഏകദേശം 1 കിലോ ഉണ്ട്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഈ സമയം പച്ചമുളകും തക്കാളിയും ചേർക്കാം. എല്ലാം മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റാം. നമുക്ക് അടച്ചു വെച്ച് വഴറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. തക്കാളിയെല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. പേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. മസാലപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മസാലയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഗ്രേവി എല്ലാം ഒരുവിധം വഴണ്ടിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി. ഈ സമയം നമുക്കിതിലേക്ക് കുടംപുളി, ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. എല്ലാം കൂടെ കിടന്നൊന്ന് മിക്സ് ആവട്ടെ. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 3/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ചൊരു തിള വരട്ടെ. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് വെള്ളച്ചൂര ഓരോ കഷ്ണമായി പെറുക്കിയിടാം. ഏകദേശം 1 കിലോ ചൂരമീനുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അടപ്പ് തുറന്ന് നോക്കാം. ഈ സമയം നമുക്ക് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കാം.
എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ മീൻ കഷ്ണം ആയത് കാരണം പൊടിയത്തില്ല. സൈഡിൽ നിന്ന് ഇളക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വീണ്ടും വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. കറിയെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടി ചേർക്കാം. 2 കറിവേപ്പിലയും ചേർക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട് കറി വേകാനായി. ഒന്നും കൂടെ അടച്ചു വെച്ച ഒരു കറിയെല്ലാം വെന്ത് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഇരുന്നും കുറേ വറ്റും. എണ്ണയൊക്കെ തെളിഞ്ഞു. വെള്ളച്ചൂര മീൻ കറി റെഡി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. ഉച്ചയാകുമ്പോൾ എടുക്കുമ്പോൾ വളരെ ടേസ്റ്റായിരിക്കും. എരിവും പുളിയും എല്ലാം പിടിച്ച്. കറിയെല്ലാം വറ്റി നല്ല ചാറെല്ലാം കുറുകി അങ്ങനെ വെള്ളച്ചൂര മീൻ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളച്ചൂര മീൻ കറി റെഡി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇരിക്കും തോറും രുചിയേറുന്ന നാടൻ ചൂരക്കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.